ഒരു രാജ്യത്തിന്റെ പരമാധികാരി അന്തരിച്ചാൽ സാധാരണയായിട്ട് എത്ര ദിവസത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കാറുണ്ട്? പരമാവധി 2 അല്ലെങ്കിൽ 3 ദിവസമാണ്. ഇസ്ലാമിക നിയമപ്രകാരമാണെങ്കിൽ അത് മണിക്കൂറുകൾക്കകം പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അന്തരിച്ച ഇറാന്റെ പരമാധികാരി ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് ഇപ്പോഴാണ്. അതായത് മരണപ്പെട്ട കൃത്യം 125 ദിവസങ്ങൾക്ക് ശേഷം. ഇത്രയും ദീർഘമായ കാലയളവിൽ ഇസ്ലാമിക വിലക്കുകൾ ലംഘിക്കാതെ ഒരു മൃതദേഹം പൂർണ്ണമായും കേടുകൂടാതെ സംരക്ഷിക്കാൻ ഇറാന് എങ്ങനെയാണ് സാധിച്ചത്? സയൻസും മതനിയമങ്ങളും ഇവിടെ എങ്ങനെയാണ് ഒത്തുപോയത്? ഈ 4 മാസക്കാലം ആ ഭൗതിക ശരീരം എവിടെയായിരുന്നു? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ആ മെഡിക്കൽ മിസ്റ്ററിയും അതിന് പിന്നിലെ ജിയോ പൊളിറ്റിക്സും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇത്രയും വലിയൊരു കാലതാമസത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളൊന്ന് നോക്കാം. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് മേഖലയിൽ കടുത്ത യുദ്ധ സാഹചര്യമാണ് നിലനിന്നിരുന്നത്. തുടർച്ചയായ ബോംബ് ആക്രമണങ്ങളും സുരക്ഷാ ഭീഷണികളും കാരണം ചടങ്ങുകൾ പലതവണ മാറ്റിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന് ശേഷമാണ് ചടങ്ങുകൾ നടത്താൻ അനുയോജ്യമായ ഒരു സാഹചര്യം ഒരുങ്ങിയത്. ജൂലൈ 3 മുതൽ 9 വരെ നീണ്ടു നിൽക്കുന്ന 6 ദിവസത്തെ ഒരു വമ്പൻ സ്റ്റേറ്റ് ഫ്യൂണറലാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇതേ ആഴ്ചയിൽ തന്നെ ഈ ഒരു വിലാപയാത്ര നടത്തുന്നു എന്നതിൽ കൃത്യമായൊരു രാഷ്ട്രീയ പ്രതിരോധവും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് വരാം. റഷ്യയുടെ വ്ളാദിമിർ ലെനിന്റെയോ വെനസ്വേലയുടെ ഹ്യൂഗോ ഷാവോസിന്റെയോ ഒക്കെ മൃതദേഹങ്ങൾ വർഷങ്ങളോളം സൂക്ഷിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനായിട്ട് അവർ ഉപയോഗിച്ചത് കെമിക്കൽ എംബാമിംഗ് ആണ്. അതായത് ശക്തമായ രാസവസ്തുക്കൾ, കെമിക്കൽസ് ഉപയോഗിച്ച് ശരീരം കേടുപാട് കൂടാതെ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് ഈ കെമിക്കൽ എംബാമിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം ശരീരത്തിൽ കെമിക്കൽസ് കയറ്റിയുള്ള എംബാമിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഖമേനിയുടെ ശരീരം 125 ദിവസം എങ്ങനെ സാധാരണ നിലയിലിരുന്നു? ഇറാന്റെ ഒഫീഷ്യൽ കമ്മിറ്റി പറയുന്നത് മൃതദേഹം പൂർണ്ണമായ മത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സംരക്ഷിച്ചത് എന്നാണ്. പ്രമുഖ സുരക്ഷാ മെഡിക്കൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാൻ ഇവിടെ പൂർണ്ണമായും ആശ്രയിച്ചത് അഡ്വാൻസ്ഡ് റെഫ്രിജറേറ്റഡ് കോൾഡ് സ്റ്റോറേജ്, അതിനൂതന ശീതീകരണ സംവിധാനങ്ങളെയാണ്. കെമിക്കൽസ് ഒട്ടും തന്നെ ഉപയോഗിക്കാതെ ശരീരത്തിലെ സെൽസ്, അതായത് കോശങ്ങൾ നശിച്ചു പോകാത്ത രീതിയിലുള്ള ഒരു സബ് സീറോ ടെമ്പറേച്ചേഴ്സ് എന്ന് പറയും, അതായത് അതിശൈത്യ ഊഷ്മാവിൽ മൃതദേഹം സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി ഈ പ്രക്രിയയിൽ, ഈ ഒരു പ്രോസസ്സിൽ ശരീരത്തിലെ ഈർപ്പം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ അതീവ സങ്കീർണമായ ടെക്നോളജി ആവശ്യമാണ്. ഇറാന്റെ ഫോറൻസിക് ലാബുകൾക്ക് ഇത്തരം സംവിധാനങ്ങളിൽ വലിയ പരിചയ സമ്പത്തുണ്ട് താനും. ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഗ്ലാസ് പെട്ടിയിലെ ദൃശ്യങ്ങളിൽ ഖമേനിയുടെ ഭൗതിക ശരീരം ഒട്ടും മാറ്റമില്ലാതെ കാണപ്പെടുന്നത് ഈ ശാസ്ത്രീയ മികവ് കൊണ്ടാണ്. പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യം വരാം. ഇസ്ലാം മൃതദേഹം വേഗത്തിൽ അടക്കം ചെയ്യാൻ പറയുമ്പോൾ ഇത് മതപരമായി തെറ്റല്ലേ എന്ന്. ഇവിടെയാണ് ഷിയ നിയമങ്ങളിലെ ചില പ്രത്യേക ഇളവുകൾ പ്രസക്തമാകുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ വേഗത്തിൽ അടക്കം ചെയ്യണമെങ്കിലും അസാധാരണമായ യുദ്ധ സാഹചര്യങ്ങളിലോ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഘട്ടങ്ങളിലോ മൃതദേഹം കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാൻ ഷിയ നിയമം അനുവദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പരമാധികാരിയായ ഒരു സുപ്രീം ലീഡറിന്റെ കാര്യത്തിൽ ഇത്തരം ഒരു പ്രത്യേക മതപരമായ അനുമതി വാങ്ങുക എന്നത് ഇറാന് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ശവസംസ്കാരം ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഓപ്പറേഷൻ കൂടിയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുന്ന തെഹ്റാനിൽ 5000 പള്ളികളും 700 സ്കൂളുകളുമാണ് തീർത്ഥാടകർക്കായിട്ട് തുറന്നു നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളും സൗജന്യ ഇന്റർനെറ്റും വരെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. റഷ്യയുടെ ഡെപ്യൂട്ടി സെക്യൂരിറ്റി ഹെഡ് ദിമിത്രി മെദ്വദേവ് ഉൾപ്പെടെ ഇന്ത്യ, ചൈന തുടങ്ങിയ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ നയതന്ത്ര പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. തെഹ്റാനിൽ തുടങ്ങി ഇറാഖിലെ പുണ്യ നഗരങ്ങളായ നജാഫ്, കർബല എന്നിവിടങ്ങളിലൂടെ കടന്ന് ഒടുവിൽ ജൂലൈ 9-ന് ഖമേനിയുടെ ജന്മസ്ഥലമായ മഷ്ഹദിലെ ഇമാം റെസ ഷ്രൈനിൽ വെച്ചായിരിക്കും ഭൗതിക ശരീരം അടക്കം ചെയ്യുക. എന്നാൽ ഈ വൻ ആഘോഷങ്ങൾക്കിടയിലും മറ്റൊരു നിഗൂഢത ബാക്കിയുണ്ട്. ഖമേനിയുടെ പുതിയ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ട മകൻ മുസ്തഫ ഖമേനി ഇതുവരെ ഈ ചടങ്ങുകളിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ അദ്ദേഹത്തിനും ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ട് ചില റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം നേരിട്ടെത്തി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുമോ അതോ അണിയറയിൽ തന്നെ തുടരുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. പ്രകൃതിയും ശാസ്ത്രവും മതനിയമവും ഒത്തുചേർന്ന് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിടപറയലാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ഒരു യുദ്ധത്തിന്റെ കനലുകൾക്കിടയിൽ നിന്ന് 125 ദിവസങ്ങൾക്ക് ശേഷം തങ്ങളുടെ നേതാവിന് അവർ നൽകുന്ന ഈ ഒരു യാത്രയയപ്പ് മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ട് തിരിച്ചുവിടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.